എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓട്ടോഗ്രാഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളികൾക്ക് ഫിനാൻസ് കമ്പനികൾ ഏറെ സുപരിചിതമാണ്. എന്നാൽ മൈക്രോ ഫിനാൻസ് എന്ന ആശയം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് അധിക നാളായില്ല. സാമൂഹികമായ ഉന്നമനത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് മൈക്രോ ഫിനാൻസ്. അത്തരം മൈക്രോ ഫിനാൻസുകളിൽ കേരളത്തിൽ ആദ്യത്തെ സ്ഥാപനമാണ് ഇസാഫ് മൈക്രോ ഫിനാൻസ് തൃശ്ശൂർ. മൈക്രോ ഫിനാൻസിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അത്തരം സ്ഥാപനങ്ങളുടെ സാമൂഹികമായ ലക്ഷ്യങ്ങളെപ്പറ്റിയും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തൃശ്ശൂരിലെ ഇസാഫ് മൈക്രോ ഫിനാൻസ് ഉടമ ശ്രീ കെ പോൾ തോമസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സർ, നമസ്കാരം. നമസ്കാരം. മൈക്രോ ഫിനാൻസ് എന്ന ആശയവും സാധാരണ ഫിനാൻസിംഗ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ ഫിനാൻസ് കമ്പനികൾ കൂടുതലും ഒരു ഈട് കിട്ടിയതിന് ശേഷം മാത്രമേ വായ്പ കൊടുക്കുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം. പക്ഷെ മൈക്രോ ഫിനാൻസിൽ പരസ്പര വിശ്വാസത്തിലാണ് നമ്മൾ ജാമ്യം കൊടുക്കുന്നത്. ഈടില്ലാത്ത വായ്പകളാണ്. അതിന് ഈട് കൊടുക്കാൻ ഒന്നും ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന വായ്പയാണ് പൊതുവെ. അതിന് ചെറിയ ചെറിയ തുകകൾ ആയിട്ട് കൊടുക്കുന്ന വായ്പകളാണ് മൈക്രോ ഫിനാൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. മൈക്രോ ഫിനാൻസ് രംഗത്തേക്ക് താങ്കൾ കടന്നു വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഇപ്പോൾ ഒരു 18 വർഷമായി മൈക്രോ ഫിനാൻസ് രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1992 ഒരു സന്നദ്ധ സംഘടന, അന്ന് കേരളത്തിൽ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിരുന്ന ഒരു സമയത്താണ്. ഞാനന്ന് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡിൽ ഒരു റൂറൽ മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കാരണം ഞാൻ യുവാക്കളും വിദ്യാർത്ഥികളുമായിട്ടുള്ള രംഗത്തൊക്കെ ഒരു ക്രിസ്തീയ സംഘടനയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇടയായപ്പോൾ തൊഴിലില്ലായ്മയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിൽ ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ പല സ്ഥലത്ത് സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആളുകൾ തുടങ്ങാനായിട്ടുള്ള പണം തരാൻ പറ്റുമോ, ഞങ്ങൾ ബാങ്കിലൊന്നും ചെന്നാൽ ഉടനെ കിട്ടില്ല, ഒരു വായ്പ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട്, തുടങ്ങാൻ പറ്റും. അങ്ങനെ ഇതൊരു ആശയമായിട്ട് നിലനിന്ന് റിവോൾവിംഗ് ഫണ്ട് സെറ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്കിൻ്റെ പിന്നീട് നോബൽ സമ്മാനമൊക്കെ ലഭിച്ച, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച പ്രൊഫസർ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്കിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട് ഇടയായി. അപ്പോൾ ആ മാതൃക ചെറിയ ചെറിയ വായ്പകൾ പാവപ്പെട്ടവരെ സംഘടിപ്പിച്ച്, പ്രത്യേകിച്ചും സ്ത്രീകളെ സംഘടിപ്പിച്ച് ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവർക്ക് പരസ്പര വിശ്വാസത്തിൽ, പരസ്പര ജാമ്യത്തിൽ വായ്പ കൊടുക്കുക, ഈടില്ലാതെയുള്ള വായ്പകളാണ്. പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ 95 ആദ്യമായിട്ട് ഇത്തരത്തിൽ തൃശ്ശൂരിൽ 10 സ്ത്രീകളെ ഒരു സംഘം രൂപീകരിച്ച് അവർക്ക് ചെറിയ വായ്പകൾ കൊടുത്തുകൊണ്ടാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ വലിയ വലിയ കമ്പനികൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ വെച്ച് ചെയ്യുന്ന കാര്യമാണ് ചെറിയ ചെറിയ സ്വാശ്രയ സംഘങ്ങൾ വഴി ഉണ്ടാകുന്ന സാധനങ്ങൾ അവരുമായിട്ടാണ് കോമ്പറ്റീറ്റ് ചെയ്യേണ്ടത്. ആ ഒരു രംഗത്ത് താങ്കൾ ഏത് രീതിയിലാണ് അവരെ സഹായിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് ഞാനൊരു മാർക്കറ്റിംഗ് ആണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഞങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുകയും, അപ്പോൾ ഇതൊരു വായ്പാ പദ്ധതിയായിട്ടല്ല ഞങ്ങൾ തുടങ്ങുന്നത്, ഒരു മൈക്രോ എന്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രവർത്തനമായിട്ടാണ്. അപ്പോൾ അതിൽ വായ്പയുണ്ട്, മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ് ഡെവലപ്മെന്റ് സർവീസസ് ഉണ്ട്, പിന്നെ ഇൻഷുറൻസ് പരിരക്ഷ, ഇങ്ങനെയുള്ളൊരു കോംപ്രിഹെൻസീവ് ആയിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവർക്ക് ഈ ഉണ്ടാക്കുന്ന എന്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പറ്റും, പക്ഷേ ഇത് വിപണിയിലോട്ട് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയാണ് പാവപ്പെട്ടവരെ സംബന്ധിച്ചോളം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു പ്രൊഡ്യൂസർ, ഒരു സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കി അതിലൂടെ ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന വരുത്തുകയും അതോടൊപ്പം തന്നെ പാക്കേജിങ്ങിൽ ഇവരെ സഹായിക്കുക, ബ്രാൻഡിങ്ങിൽ സഹായിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ചില പ്രോഡക്റ്റ് നമ്മൾ തന്നെ കോമൺ ബ്രാൻഡിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണത്തിന് കരകൗശല ഉൽപ്പന്നങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രേരണ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞ പേരിലാണ് നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം കൈത്തറി ഉള്ളത് ഗോ നേച്ചർ എന്നുള്ളതായിട്ടുള്ള ഒരു ബ്രാൻഡിലാണ് അത്തരം തുണികളും ഫാബ്രിക് ഐറ്റംസും ഒക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഫുഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുകിട നാളികേര, ഇപ്പം കേരളത്തിൽ നാളികേര കർഷകരുടെ പ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നാളികേര കർഷകരുടെ ചെറുകിട സംഘങ്ങൾ രൂപീകരിച്ച് അവരിൽ നിന്ന് നാളികേരവും സംഭരിച്ചത് കൊപ്രയാക്കി ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വിപണനം ചെയ്യാനായിട്ടുള്ള കേരാമൃത് എന്നുള്ളതായിട്ടുള്ള ഒരു ബ്രാൻഡിൽ നമ്മളത് വെളിച്ചെണ്ണ മാർക്കറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആയിരക്കണക്കിന് പ്രൊഡക്ട്സുകൾ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത്രയും പ്രൊഡക്ട്സുകൾ ഈ സ്വാശ്രയ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ പുറത്തുനിന്ന് എടുക്കുന്നു. അല്ലെ, നമ്മളിപ്പം സ്വാശ്രയ സംഘങ്ങളുടെ ഉൽപ്പന്നം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും പോകാൻ പറ്റില്ല, ഒരു റീറ്റെയിൽ സ്റ്റോർ നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് വേണ്ട പ്രോഡക്റ്റ് എല്ലാം എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടുള്ള റാക്കുകൾ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നാടൻ ഉൽപ്പന്നങ്ങൾ, നാട്ടിലുണ്ടാക്കുന്ന പച്ചാറുകൾ, അരിപ്പൊടി, കറി മസാലകൾ, അങ്ങനത്തെ ഉള്ള ഫുഡ്, പ്രധാനമായിട്ടും ഫുഡ് ഐറ്റംസും പിന്നെ ഈ പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇപ്പം പ്രകൃതിദത്തമായിട്ടുള്ള നാര്, ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള പണ്ട് പായ്ക്ക് ഉപയോഗിച്ചിരുന്ന തഴ, ഇന്നിപ്പം തഴപ്പായ ആരും വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ തഴ ലഭ്യത കുറവുണ്ട്. പിന്നെ വലിയ ഒരു ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് അതിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തഴ ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല ഉൽപ്പന്നങ്ങൾ, നമുക്ക് ഉപയോഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇപ്പം ലോണ്ടറി ബാസ്ക്കറ്റ്, വേസ്റ്റ് ബാസ്ക്കറ്റ്, അതുപോലുള്ള പല ഉൽപ്പന്നങ്ങൾ, ചെറിയ ചെറിയ സംഭരണ പാത്രങ്ങൾ ഒക്കെ, അങ്ങനത്തെ ഉൽപ്പന്നങ്ങളൊരു വലിയ ശ്രേണി തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം. കാരണം പ്രകൃതിയോട് പൊതുവെ ആളുകൾക്ക് ഒരു വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുള കൊണ്ടുള്ളത്, ഇതുപോലെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള നാരുകൾ ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അത് നിരവധി പേര് അത് ചെയ്യുന്നുണ്ട്. ഈസ് ഓഫ് മൈക്രോ ഫിനാൻസിന്റെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ ലഭ്യമാണ്? ഇന്നിപ്പോൾ കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഇസാഫിൻ്റെ പ്രവർത്തനങ്ങൾ ലഭ്യമാണ്. കാസർഗോഡും കണ്ണൂർ ജില്ലകളിൽ ഈ വർഷം തന്നെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. പിന്നീട് തമിഴ്നാട്ടിൽ ഏതാനും ജില്ലകളിൽ, മദ്രാസ് നഗരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. കോയമ്പത്തൂർ ജില്ലയിൽ, തിരുനെൽവേലി ജില്ലയിൽ, കന്യാകുമാരി ജില്ലയിൽ പ്രവർത്തനങ്ങൾ ഉണ്ട്. പിന്നീട് മഹാരാഷ്ട്രയിൽ, ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, ജാർഖണ്ഡിൽ, ഇത്തരം സംസ്ഥാനങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ലഭ്യമാണ്. കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്? പാവപ്പെട്ടവർക്ക് ഇൻഷുറൻസ് സേവനങ്ങൾ എത്തിച്ചതിനുള്ള ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾക്ക് 2007 മൈക്രോ ഇൻഷുറൻസ് അവാർഡ് ലഭിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ മൈക്രോ ഫിനാൻസ് സ്ഥാപനമായിട്ട് മിക്സ് എന്ന് പറയുന്ന നാട്ടിലൊരു സ്ഥാപനം നമ്മളെ 2009 ഗ്രേഡ് ചെയ്യുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ നടത്തുന്നതായിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോഷ്യൽ പെർഫോമൻസ് അവാർഡ്, സിൽവർ കാറ്റഗറി സോഷ്യൽ പെർഫോമൻസ് അവാർഡ്, വേൾഡ് ബാങ്കിൻ്റെ മൈക്രോ ഫിനാൻസ് വിഭാഗമായിട്ടുള്ള CGAP-ൻ്റെ അവാർഡ് തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഞങ്ങൾ 2009 നടത്തിയതായിട്ടുള്ളൊരു പഠനം, വീട്ടിലെ ഗൃഹജോലി മാത്രം ചെയ്യുന്നതായിട്ടുള്ള സ്ത്രീകൾ സാമ്പത്തിക മേഖലയിൽ വരുത്തുന്നതായിട്ടുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ച് നടത്തിയതായിട്ടുള്ളൊരു പഠനം. അതായത് പലപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്നതായിട്ട് ജോലിക്കൊരു സാമ്പത്തിക മൂല്യം കൽപ്പിക്കാറില്ല. അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അത് വളരെ GDP-യിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത്. അത് ഒരു ഉത്തർപ്രദേശിലെ ഒരു വീട്ടമ്മയുടെ ഒരു അപകട ഇൻഷുറൻസിൽ അവർക്ക് ക്ലെയിം കണക്ക് കൂട്ടാനായിട്ട് അവരുടെ അപ്പീലിൽ സുപ്രീം കോടതി ഞങ്ങളുടെ ഈ പഠനത്തെ പരാമർശിക്കുകയുണ്ടായി. അത് വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നീട് ഭാരത സർക്കാരിൻ്റെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് മൊബൈൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രാദേശിക ഗ്രാമീണ തലത്തിലുള്ള ഉൽപ്പാദകരെ വിപണിയുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടുള്ളൊരു പ്രോജക്റ്റ്, സഞ്ചാർ ശക്തി എന്ന് പറയുന്നതായിട്ടൊരു പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ അതിനെ തിരഞ്ഞെടുത്തത് അതിൻ്റെ സംഘടനയായിരുന്നു ഇസാഫ് മൈക്രോ ഫിനാൻസ്. മറ്റൊന്ന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അവരുടെ മൈക്രോ ഫിനാൻസ് ഫോർ ഡീസൻറ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു പഠനത്തിൽ ഇന്ത്യയിൽ നിന്ന് 2 സ്ഥാപനങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുത്തത്. അതിലൊന്ന് ഇസാഫ് മൈക്രോ ഫിനാൻസ് ആയിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള അംഗീകാരങ്ങൾ, ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ പറയുന്നതായിട്ടുള്ള 4.5 ലക്ഷം ആളുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങളാണ്, അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതായിട്ടുള്ള മാറ്റങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ചെറിയ വായ്പ എടുത്ത് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയതായിട്ടുള്ള ആളുകൾ അതിലൂടെ അവർ അഭിവൃദ്ധിപ്പെട്ടു. അവർക്ക് വീട് വയ്ക്കാനായിട്ട് സാധിച്ചു, മക്കളെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് കേസ് സ്റ്റഡീസ്, ജീവിക്കുന്ന സാക്ഷികൾ ഇതുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നത്. ഇതുകൂടാതെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി
പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് സ്വാലംബൻ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ അംഗങ്ങളെ ചേർക്കാനായിട്ടുള്ള ഒരു അഗ്രിഗേറ്ററായിട്ട് ഇസാഫ് മൈക്രോ ഫിനാൻസിനെ കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത നിലയിൽ അതിൻ്റെ 2ാം സ്ഥാനത്ത് എത്തുവാനായിട്ട് ഇസാഫ് മൈക്രോ ഫിനാൻസിന് കഴിഞ്ഞ ആദ്യത്തെ വർഷം തന്നെ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഞ്ചാർ ശക്തി പദ്ധതി നമ്മുടെ ബഹുമാന്യമായിട്ടുള്ള ആദരണീയ മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ അവർക്ക് രാഷ്ട്രപതിയെ ആദരിക്കുവാനായിട്ട് കൊടുത്ത ഷോള് നമ്മുടെ ഒരു സംഘം മെമ്പർ ചിറ്റൂരിലുള്ള നാഗമാണിക്യം എന്ന് പറയുന്ന ഒരു സംഘം മെമ്പർ നേടിയെടുത്തതായിരുന്നു അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. ഇതൊക്കെ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ്? എൻ്റെ ഭാര്യ മെറീനയും ഞങ്ങൾക്ക് 4 മക്കളാണ്, ഒരു മകളും 3 ആൺമക്കളുമാണുള്ളത്. ഇതിൻ്റെ തുടക്കം മുതൽ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഇസാഫിൻ്റെ പ്രവർത്തനം ആദ്യം 92 ആരംഭിച്ചത്. 99 വരെ ഇസാഫിൻ്റെ പ്രവർത്തനങ്ങൾ ഓഫീസും എല്ലാം വീട്ടിൽ തന്നെയായിരുന്നു. മെറീനയാണ് ആദ്യഘട്ടത്തിൽ എല്ലാ ചുമതലകളും, കാരണം ഞാൻ വേറൊരു ജോലിയും കൂടെ ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിച്ചത് മെറീനയാണ്. അപ്പം ഞങ്ങളുടെ മക്കളും വളരെ ഇതിനോട് അവർക്കും ഒത്തിരി ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയും ഇത് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും സപ്പോർട്ട് ചെയ്യുകയും മക്കളുടെ സപ്പോർട്ടും വളരെയധികം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ഒരു പരാതിയൊന്നും പറയാതെ ഞങ്ങളുടെ കൂടെ നിന്നു. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളുടെയും സപ്പോർട്ട് വളരെയധികം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇസാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. പക്ഷേ ഒരു പേർഷ്യൻ ഭാഷയിൽ ഇസാഫ് എന്ന് പറഞ്ഞാൽ സ്വാന്തനം, റിലീഫ് എന്നുള്ളതാണ് അർത്ഥം. അതെനിക്ക് പിന്നീടാണത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. പക്ഷേ എന്നാൽ ഞങ്ങളുടെ പ്രവർത്തനവുമായിട്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊരു ബൈബിൾ വാക്യമുണ്ട്. ആ വാക്യം അടിസ്ഥാനമാക്കി നോക്കിയാൽ വളരെ വലിയ ഒരു ഭാഗ്യവാനാണ് ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത്. കാരണം അത്രയധികം സാധുജനങ്ങൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് വരാൻ, സമൂഹത്തിൽ അവരുടെ പങ്കുവഹിക്കുവാൻ സഹായിച്ച ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിന് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തനായ ദൈവം വഴിയൊരുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം മെമ്പേഴ്സിനും സർവശക്തനായ ദൈവം ശക്തി പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദർശന TV എല്ലാ പ്രേക്ഷകർക്കും ഇസാഫ് കുടുംബത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ നേരുന്നു. നന്ദി.